കുർബാനയ്ക്ക് കൂടാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. കുഞ്ഞുനാളിൽ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പക്ഷെ കുർബാനയ്ക്ക് കൂടാൻ പറ്റത്തില്ല. ലത്തീൻ പള്ളിയിലാണ് പോകുന്നത്. സുറിയാനിക്കാരനല്ലേ, അതുകൊണ്ട് ഒരു ലത്തീൻ മറ്റേ ഉപദേശിയുടെ മക്കൾ എന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ല. അവസാനം എനിക്കൊരു ചാൻസ് കിട്ടി. എന്നാന്ന് വെച്ചാൽ ഉപദേശിയായിട്ട് വികാരി അച്ഛൻ വഴക്കുണ്ടാക്കി. ഉപദേശിയും പിള്ളേരും ഒന്നും പള്ളിയിൽ വരാതെയായി. അങ്ങനെ വരാത്ത ദിവസം അത് വികാരി അച്ഛനോട്ട് അറിഞ്ഞുകൂടായിരുന്നു. ഒരു കൊച്ചു പള്ളിയാണ്, ആ കൂടെ 5-6 പേരേ ഉള്ളൂ. ഞാനും ഉപദേശിയുടെ മക്കളും വികാരി അച്ഛനും 2 അമ്മൂമ്മമാരേ ഉള്ളൂ പള്ളിയിൽ രാവിലെ കുർബാനയ്ക്ക്. ഏതായാലും ഇങ്ങനെ ഉപദേശിയുടെ മക്കളെ ഒന്നും കാണാതെ വന്നപ്പോൾ വികാരി അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ മോനും ഇങ്ങോട്ട് വന്നേ, ഈ വീഞ്ഞും വെള്ളമൊക്കെ ഒന്ന് എടുത്തു തന്നേ. ഇങ്ങനെ വന്ന് ആദ്യം ഞാൻ കുർബാനയ്ക്ക് കൂടി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ അവിടെ കുർബാനയ്ക്ക് കൂടാൻ വന്നു. അതിനേക്കാളും എനിക്ക് ഏറ്റവും ഫീലിംഗ് തോന്നിയ ഒരു തലമാണ് ഞാൻ വൈദികനായി അവിടെ പോയി കുർബാന ചൊല്ലിയത്. ലത്തീൻ പള്ളിയിൽ കുർബാന അങ്ങ് ചെല്ലാനായിട്ട് ചെന്ന് കുർബാന ചൊല്ലി അവസാനം കൈമുത്തലുണ്ടല്ലോ, ആ സമയത്ത് ഉപദേശി മക്കളുമൊക്കെ വന്ന് എൻ്റെ കൈമുത്തിയത് എനിക്ക് വല്ലാത്ത കൊള്ളുന്ന അനുഭവമായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ റിജക്ഷൻ ഉണ്ടാകും, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. പക്ഷെ ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കും. കർത്താവ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു. എനിക്കുണ്ടായ ദുഃഖങ്ങൾക്കും വേദനകളും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.